നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ പണം വിനിയോഗിച്ച് ധൂർത്തടിച്ച് ഒരു ജോലിയും ചെയ്യാതെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഉപദ്രവിക്കലാണോ ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതല എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിൽ ഗവർണർമാർക്കെതിരെയുള്ള കർശന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, തമിഴ്നാട് ഗവർണറായ RN രവി, അദ്ദേഹം സുപ്രീം കോടതി നടപടി നേരിട്ട ഒരു മനുഷ്യനാണ്. അതിന് കാരണമായത് സ്റ്റാലിൻ്റെ ധീരോദാത്തമായ പോരാട്ടം തന്നെയാണ്. അത്തരത്തിൽ ഗവർണർമാരെ ദുരുപയോഗിച്ചുകൊണ്ട് BJP വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന കലാപരിപാടികൾ എന്തുമാത്രം ആഘാതം ജനിപ്പിക്കുന്നു. അതത് സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയെടുക്കുന്ന ബില്ലുകളെ തടഞ്ഞു വയ്ക്കാനും ഒപ്പിടാതിരിക്കാനും അതെല്ലാം പാവയായിരിക്കുന്ന ദ്രൗപദി മുർമുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും അവരത് കുറച്ച് ദിവസം വെറുതെ കൈവശം വെച്ചിട്ട് പിന്നീട് ഗവർണർക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്ന ഇത്തരം കലാപരിപാടികൾ ഇനിമേൽ നടത്തരുത് എന്ന അന്ത്യശാസനവുമായാണ് സുപ്രീം കോടതി രംഗത്ത് വരുന്നത്. ഗവർണർമാർ ഇനി മുഖ്യമന്ത്രിമാരെ വിറപ്പിക്കും എന്ന തരത്തിലുള്ള സോളിസിറ്റർ ജനറലിൻ്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തടിസ്ഥാനത്തിലാണ് എന്നും സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ ഉറപ്പിക്കേണ്ടതല്ലേ? കാരണം ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെക്കാളും പ്രിവിലേജ് ആണല്ലോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നു. രാഷ്ട്രപതി എന്നത് റബ്ബർ സ്റ്റാമ്പായും കളിപ്പാവയായും ഇരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഭൂഷണമാണോ എന്ന ചോദ്യം തിരിച്ച് BR ഗവായി സോളിസിറ്റർ ജനറലിനോട് ചോദിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നോമിനികളാണല്ലോ, അതല്ലെങ്കിൽ പ്രതിനിധികളാണല്ലോ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എന്ന് പറയുന്നത്. ഇപ്പോൾ BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. എന്താണ് CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള യോഗ്യത? അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു രീതിയിലും BJPക്ക് പ്രശ്നമുണ്ടാക്കുന്നില്ല. BJP വിരുദ്ധ സർക്കാരുകൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ടോ അവിടെയൊക്കെ കുത്തിത്തിരിപ്പാടുണ്ടാക്കുന്നത്. RN രവി ആയിക്കോട്ടെ, നേരത്തെ കേരളത്തിൽ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിക്കോട്ടെ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ BJPക്ക് വേണ്ടി അവിടെയുള്ള BJP ഇതര സർക്കാരുകളെ പരമാവധി ദ്രോഹിക്കുക, അതുവഴി ജനങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ രാജിവെച്ചൊഴിഞ്ഞ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറും ഇതേ അഭ്യാസമാണ് ബംഗാളിൽ മമതാ ബാനർജിയോട് എടുക്കാൻ ശ്രമിച്ചത്. മമതാ ബാനർജി കൃത്യമായി പറഞ്ഞു, ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന്. ഇന്ത്യയിൽ ഗവർണർമാരുടെ നില ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ്. അഥവാ ഗവർണർമാരുടെ റെസിഡന്റ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ കർശനമായ നടപടിക്രമങ്ങൾ അത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ വായിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി സുപ്രധാനമായ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഗവർണർ എന്നത് വെറും ഭരണഘടനാ പദവിയാണ്. ഗവർണറുടെ ആനുകൂല്യം പോലും വെട്ടിച്ചുരുക്കേണ്ടതായുണ്ട്. ഗവർണർമാർക്ക് എന്തിനാണ് ഇത്രയും വലിയ ആഡംബര സമുച്ചയവും അതുപോലെ തന്നെ അംഗപരിരക്ഷകരും? ഗവർണർക്ക് പ്രോട്ടോകോൾ പ്രകാരം കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് അർഹിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.